ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഗോതമ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/4 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനൊരു നുള്ള് ഉപ്പിൻ്റെ അളവ് കൂടി പോവേണ്ട. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സ്നാക്ക് നന്നായിട്ട് പൊങ്ങി വരാനും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഒരു നേന്ത്രപ്പഴം, ഒരു മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ പഴമൊന്നും ചേർക്കാതെ ഗോതമ്പൊടി വെച്ചിട്ട് ഇതുപോലൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ പഴവും തേങ്ങയും എല്ലാം കൂടെ ഇതിൽ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. എന്നിട്ടിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് വേണ്ടത്. ഈ ഒരു കട്ടിക്ക് തന്നെ മാവ് വേണം. അപ്പോൾ അഥവാ ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. അഥവാ ഒരുപാട് കട്ടി ഓവറായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ കയ്യിൽ കുറച്ച് കരിഞ്ജീരകം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി രണ്ടും കരിഞ്ജീരവും എള്ളും ഇല്ലെങ്കിൽ ഏത് ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ അത് നിർബന്ധമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് മാവ് ഒരു സ്പൂൺ വെച്ചിട്ട് ഓരോ സ്പൂൺ വീതമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതിയാവും. ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ചെയ്തെടുക്കേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നാൽ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്തെടുക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മാത്രമേ ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. പിന്നെ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് വലിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ട. ഈ ഒരു സ്പൂണ് മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റ് ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ. എല്ലാ ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇട്ടുണ്ടാവുക, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണല്ലോ ഉണ്ടാക്കിയെടുക്കാനും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.